നമ്മൾ വാസ്തു നോക്കുന്നതിൻ്റെ പ്രയോജനമെന്ത്? നമുക്ക് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ജീവിത വിജയത്തിന് വേണ്ടി, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി, നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒക്കെ നമുക്ക് വാസ്തു നോക്കി വീട് വയ്ക്കുന്നത് മൂലം സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാസ്തുവിലായാലും ശരി തന്നെ, ഫെങ്ഷുയിലായാലും ശരി തന്നെ, വീടിന് ഓരോ ദിക്കുകളുണ്ട്. മൊത്തത്തിൽ 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് ഉണ്ട്. ഓരോ ദിക്കിനും ആ വീട്ടിലെ ഒരു വ്യക്തിയുമായി ആ ദിക്കിന് ബന്ധമുണ്ട്, ശരീരത്തിന്റെ ഒരു ഭാഗവുമായി ആ വീടിന് ബന്ധമുണ്ട്, ഒരു സൗഭാഗ്യവുമായി ആ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട് പണിയിൽ ഏത് സ്ഥലമാണോ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ നിങ്ങൾ പണിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും ഒരു ദിക്കിൽ നമുക്ക് ടോയ്ലറ്റ് വെച്ചേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് പുറത്തൊരു ടോയ്ലറ്റ് അല്ല, വീടിനുള്ളിൽ തന്നെ ടോയ്ലറ്റ് വേണം. അത് പക്ഷേ വാസ്തുപ്രകാരം നോക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ കൊണ്ടുവച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് വാസ്തുവിലും ഫെങ്ഷുയിലും പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് അതിനെ വെച്ചുകൊണ്ട് ഫെങ്ഷുയിൽ ആ ഒരു ടോയ്ലറ്റ്, ഏത് ദിക്കിൽ ടോയ്ലറ്റ് വന്നാലും ഫെങ്ഷുയിൽ അതിനൊരു റെമഡിയും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ പ്രാധാന്യമില്ലാത്ത ഒരു ദിക്കിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പടിഞ്ഞാറ് ദിക്ക് എന്ന് പറയുന്നത് ഫെങ്ഷുയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലാപരമായിട്ടുള്ള വാസനകൾ, കഴിവുകൾ ഒക്കെയാണ് പടിഞ്ഞാറ് ദിക്ക് പറയുന്നത്. അപ്പൊ പടിഞ്ഞാറ് ദിക്ക്, അപ്പൊ എല്ലാ വീടുകൾക്കും അത്രത്തോളം ആ ഒരു ഇമ്പോർട്ടന്റ് അവിടെ ഇല്ല. അപ്പം അത്തരം വീടുകളിൽ നമുക്ക് ഇതിനെ പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനെ ഉൾപ്പെടുത്തിയിട്ട് അതിന് റെമഡിയും കൂടെ ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് പടിഞ്ഞാറ് വശത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളം വെച്ച് 3 ദിവസം കൂടുമ്പോൾ അതിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ദോഷത്തിന് ഒരു പരിഹാരമാവും. അതല്ല, നിങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പേ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലൂ ടൈലുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബ്ലൂ പെയിന്റ് ചെയ്തുകൊണ്ടോ ആ ദോഷത്തിന് പരിഹാരമാവും. വീട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഏതാണെന്ന് നമുക്ക് കാലേ കൂട്ടി മനസ്സിലാക്കാനും, അപ്പൊ ഏറ്റവും ഗുണപ്രദമായ സ്ഥലത്ത് നമുക്ക് ഡോറ് വെക്കാനും, അതായത് ദോഷമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഡോറിനെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് വാസ്തു നോക്കി അല്ലെങ്കിൽ ഫെങ്ഷു നോക്കി വീട് വെക്കണമെന്നുള്ളത് പറയുന്നത്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഇത് ഒരു മെറ്റൽ ടോട്ടോയ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ബിഷ് ടട്ടിലാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ഫെങ്ഷുയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിറ്റ ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ടോട്ടോയ്സ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഇതൊരു ആമയാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആമയുടെ പുറകു വശത്ത് ഒരു ലോസ്റ്റോ സ്ക്വയർ ഉണ്ട്. ഇതിനകത്ത് 9 കളങ്ങളുണ്ട്, 9 നമ്പറുകളുണ്ട്. ഈ 9 നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് ഫെങ്ഷുയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മാന്ത്രിക ചതുരമാണ്. ഇതിനെ രണ്ടായി ഓപ്പൺ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്കിനകത്ത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിനകത്ത് എഴുതി മടക്കി ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിന്റെ നോർത്ത് സൈഡിൽ തലകീഴായി തൂക്കിയിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാളിന്റെ നോർത്തിൽ ഒരു ഗ്ലാസ് ബൗളിനകത്ത് വെള്ളം നിറച്ച് ഇത് അവിടെ സൂക്ഷിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.